എന്താ റോട്ടിൽ വെറുതെ വായി നോക്കി നിൽക്കുന്നതെന്ന് മനസ്സിലായോ? ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പം ഞങ്ങളുടെ കൂടെ വരുന്ന ബാക്കിയുള്ളവരെ കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ. ഞങ്ങൾ ഇതാ വഴിയിൽ നിന്ന് അവരെ കൂടെ കൂടിയതാണ്. അങ്ങനെ എല്ലാവരും എത്തിയപ്പോൾ ഞങ്ങൾ കാറിൽ കയറിയിട്ട് ഇതാ പോവാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? ചെറിയൊരു പെട്ടി കൊടുക്കൽ ചടങ്ങുണ്ട്, അതിന് വേണ്ടിയിട്ട് പോവാണ്. ചടങ്ങ് എന്താണെന്ന് മനസ്സിലായോ? ഞങ്ങളുടെ ഇവിടെയൊക്കെ കല്യാണത്തിൻ്റെ തലേന്ന് പെണ്ണിന് വേണ്ട സാരിയും കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ടുള്ള സാരിയും പിന്നെ പെണ്ണിന് വേണ്ട ഐറ്റംസ് എല്ലാം കൂടെ ഒരു പെട്ടിയിലാക്കിയിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ നമ്മൾ കൊണ്ടു കൊടുക്കും. സാധാരണ ചെക്കൻ്റെ ഫ്രണ്ട്സാണ് കൊണ്ടുപോവുക, ഞങ്ങളിതിവിടെ കസിൻസാണ് കൊണ്ടുപോകുന്നത്. കല്യാണം ആരതാന്നല്ലേ? ഞങ്ങളുടെ മാമൻ്റെ മോൻ ബബിയുടെ കല്യാണമാണ്. ഇവിടെ ചെക്കനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ചടങ്ങിന് വേണ്ടിയിട്ട്. വീട്ടിലൊക്കെ ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നേ കാണാൻ വേണ്ടിയിട്ട്. ചുമരിലൊക്കെ ഇതാണ് നമ്മുടെ ബ്രൈഡ് ചിത്ര. ഇതൊക്കെ ആൾ വരച്ച ചിത്രങ്ങളാണ്, നല്ല ഭംഗിയുണ്ടേ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അത്യാവശ്യം ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരു 10-15 ആൾക്കാരുണ്ടായിരുന്നു. അവിടെ എത്തി പിന്നെ അവിടുന്ന് ഡ്രിങ്ക്സൊക്കെ കഴിച്ച ശേഷം ഈ സാരിയും സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ചടങ്ങാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ആദ്യം അവിടേക്ക് ഇരുന്ന് സംസാരിച്ച ശേഷം അതിന് ശേഷമാണ് അത് ചടങ്ങുണ്ടായിരുന്നത്. അപ്പോൾ അത് തന്നെ അവർ വിളക്കൊക്കെ കത്തിച്ചു. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച ശേഷമാണ് ഈ സാരിയൊക്കെ കൊടുക്കുന്നുണ്ടായത്. പണ്ടൊക്കെ സാരി മടക്കിയിട്ട് പെട്ടിയിലിട്ടിട്ട് തന്നെയാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. ഇപ്പം ഇതാ നമ്മൾ റോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്താൽ ഡ്രേപ്പ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പം നമ്മുടെ ബ്യൂട്ടീഷ്യനൊക്കെ സാധാരണ അങ്ങനെ ചെയ്ത് വെക്കാൻ പറയാറുണ്ട്. ഇപ്പം ഇത്തവണ ഞങ്ങൾ സാരി റോളൊക്കെ ചെയ്തിട്ടായിരുന്നു കൊണ്ടുവന്നത്. അങ്ങനെ റോളൊക്കെ ചെയ്ത സാരി ബ്രൈഡിന് കൊടുക്കുവാണ്. ശരിക്കും റോൾ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാനും കൊണ്ടുവരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പെട്ടിയിൽ നമുക്ക് ബ്രൈഡിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടാവും. സോപ്പ്, ചീപ്പ്, കണ്ണാടി, മേക്കപ്പ് ഐറ്റംസ്, പെണ്ണിന് വേണ്ട എല്ലാ ഐറ്റംസും അതിലുണ്ടാവേ. അങ്ങനെ ഞാനും ശില്പയും കൂടെ പെട്ടിയും ബ്രൈഡിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും വെറുതെ നിന്നിരിക്കുന്നുണ്ട്. ഇത് എനിക്കൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സാധാരണ ചെക്കൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് ഇത് കൊണ്ടുപോകാറുള്ളത്. അതുകൊണ്ട് ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് വേണ്ടി പോകുന്നത്. പിന്നെ ഇതാ കുറച്ച് സ്വീറ്റ്സൊക്കെ കൊടുത്തു. ഞങ്ങളുടെ ഇതാ കുഞ്ഞാവ സ്വീറ്റ്സൊക്കെ ചിത്രയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ചെറിയൊരു കേക്ക് കട്ടിങ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. കേക്ക് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നേ കാണാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള കേക്കായിരുന്നു. അങ്ങനെ ഇതാ രണ്ടുപേരും കൂടി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഇതിന് എന്തായിരുന്നു പറയുക, ആ സാധനം എന്തായാലും അവർക്ക് രണ്ടുപേർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്രൈഡ് ടു ബി, ഗ്രൂം ടു ബി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ രണ്ടുപേരും കൂടി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ രണ്ടാളും കൂടെ കേക്ക് കട്ട് ചെയ്തു. അവിടെ വീട്ടിലും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എവിടുന്ന് കട്ട് ചെയ്യണം എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ള ചെറിയ കൺഫ്യൂഷൻസൊക്കെ. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. നല്ല ഭംഗിയുണ്ടായിരുന്നു. രണ്ടുപേരും വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോപ്പേഴ്സൊക്കെ പൊട്ടിച്ച് അതൊക്കെ കൊണ്ടിട്ടായിരുന്നു ഞങ്ങൾ ചെന്നത്. അങ്ങനെ ഫുൾ അവിടെയൊക്കെ അലമ്പാക്കി, അതൊക്കെ പൊട്ടി അവിടെയൊക്കെ നാശമായിട്ടുണ്ടായിരുന്നു. എന്നാലും ചെറിയൊരു സന്തോഷം. അങ്ങനെ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു. ഞങ്ങളും കേക്കൊക്കെ കഴിച്ചേ. പിന്നെ കുറേ ഫോട്ടോസ് എടുപ്പും പരിപാടികളൊക്കെ ആയിരുന്നു. കേക്ക് കഴിച്ച ശേഷവും പിന്നെ പോസ് ചെയ്തിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ച കേക്ക് തന്നെ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നേ. ഞങ്ങളും അതൊക്കെ കഴിച്ച ശേഷം പിന്നെ ഫുഡ് കഴിക്കാനും ഞങ്ങൾക്ക് ഇറങ്ങുകയും വേണം. വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, എന്താ വരാത്തത്, എന്താ ലേറ്റ് ആവുന്നതെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഇതാ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു പരിപാടിയൊക്കെ. എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളും. പിന്നെ വീട്ടിൽ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ, അവരെല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നല്ല രസമായിരുന്നു. ചിത്ര നല്ല കമ്പനിയാണ്. അതിന് ശേഷം ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. വെള്ളപ്പം, ചപ്പാത്തി, ബ്രെഡ്, ചിക്കൻ കറി എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചിട്ട് ഇറങ്ങാനുള്ള പരിപാടിയിലായിരുന്നേ. അങ്ങനെ വേഗം ഫുഡൊക്കെ കഴിച്ചു. അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് വീട്ടിൽ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് കഴിച്ച് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങ് വീട്ടിലേക്ക് ഇറങ്ങുകയാണേ. ഇനി അടുത്ത പരിപാടികളൊക്കെ അടുത്ത വ്ളോഗിലിടാം. എല്ലാവരും കാണണേ.